അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു 50 ആൾക്കുള്ള ഗോതമ്പ് പായസമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പൊ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇത് ശർക്കര ഉരുക്കിയെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പൊ നമുക്ക് 50 ആൾക്ക് വേണ്ടത് 2 കിലോ ശർക്കര കേട്ടോ. നമുക്ക് ഏകദേശം 2 കിലോ കണക്കാക്കി കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര നല്ല ഉരുകി വരട്ടെ. ഒപ്പം വെള്ളം തിളക്കട്ടെ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളക്കം കിട്ടും. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് എടുക്കാം. നമ്മൾ എടുത്തുകളേ 3 കിലോ ഗോതമ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഗോതമ്പ് എടുക്കാം. ഈ ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാലേ പിന്നെ ഇത് ഇളക്കണം കേട്ടോ. ഇളക്കാതിരിക്കരുത്. അപ്പൊ എന്നിട്ട് ഇളക്കയിലേക്ക് അടി പിടിക്കും. ഇവിടുത്തെ 3 കിലോ ഗോതമ്പ് ഏകദേശം 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിരുന്ന ഗോതമ്പാണ്. ഈ ഗോതമ്പ് വന്നതിന് ശേഷമാണ് ബാക്കി പണി. എന്തായാലും വേറെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ അറിഞ്ഞു. നമ്മുടെ ശർക്കരയൊക്കെ ഫുള്ള് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉപ്പാക്കി. ഇവിടെ നമ്മുടെ ഗോതമ്പൊക്കെ അത്യാവശ്യം വെന്ത് റെഡി ആയി കിട്ടും. ഒരു 3/4 ഭാഗം കണ്ടില്ലേ? ഈ പരിഭാഗമാണ് ഗോതമ്പ്. ഇതിനും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് പോലെയാവും. അപ്പോൾ ഈ പരിഭാഗം പാടുന്നത് ഗോതമ്പ്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് വെക്കാം. ആദ്യം എപ്പോൾ ഇട്ടിട്ടുണ്ട് ശർക്കര ഇട്ടാം. ഈ മധുരം നോക്കിയിട്ട് നമുക്ക് ബാക്കി നമ്മുടെ ശർക്കരയും ഗോതമ്പും കൂടിയിട്ട് ഇത് നല്ല തിളക്കിട്ട് 15 മിനിറ്റ്. അതുവരെ നമുക്ക് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇളക്കാതിരിക്കരുത്, അടി പിടിക്കും. നമ്മുടെ ഗോതമ്പും ഈ നമ്മൾ ഒഴിച്ച ശർക്കരയും കൂടി ഒരുപോലെ ഒരുമിച്ച് മുകളിലേക്കായിട്ട് തിളക്കും. ആ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് കേട്ടോ. കണ്ടില്ല, ഇത് ഒരേപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എനിക്ക് ഒഴിക്കേണ്ടത് നമ്മൾ 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് 6 വലിയ നാളികേരാണ്. 50 ആൾക്ക് 6 വലിയ നാളികേരം. അപ്പോൾ അതിൻ്റെ 2-ാം പാലാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. നമ്മുടെ 2-ാം പാലം ഇട്ട് കൊടുക്കും. ഈ 2-ാം പാലം ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല കത്തട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ 1-ാം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 2-ാം പാല് ഇട്ടിട്ട് ഏറെക്കുറെ ഒരു 10-15 മിനിറ്റായി. അപ്പോൾ അതിന് ജലാംശമൊക്കെ വറ്റി ആ ഗോതമ്പും നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒരുമിച്ച് തിളക്കണം. ആ സമയത്ത് നമുക്ക് 2-ാം പാൽ ഒഴിക്കാം കേട്ടോ. സോറി, 2-ാം പാലല്ല, 1-ാം പാൽ.
പാൽ ഒഴിച്ചിട്ടേ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏലക്കി പഞ്ചസാരയും കൂടി പൊടിച്ച് കുടിക്കും. നമ്മൾ ഈ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള പൊടികളുണ്ട് പായസത്തിൽ വേറെ മണമാണ്. ആ മണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ നോക്കും. ഇതൊന്നും കൂടി കുറുകി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. ബാക്കി പണി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് താളിച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു 50 ഗ്രാം നെയ്യ് ഒഴിക്കാം. ചൂടായിട്ട് ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ ഈ അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ കളറായി വരട്ടെ. കളറായിട്ട് ഇനി ആയിരിക്കും മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മുന്തിരി നല്ല കുന്തി വരട്ടെ കേട്ടോ. ഇനി നമുക്കിത് നേരെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പായസം റെഡി ആയിട്ടോ. കണ്ടില്ലേ ഒരേപോലെ കുറുകി നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ആ ചൂട് കാരണം അടി പിടിക്കരുത്. ഇള നിർത്തരുത് ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതെന്താ വെച്ചാൽ ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടാണ്. മധുരം എന്തൊക്കെ കറക്റ്റായി നോക്കണ്ടേ. നമ്മുടെ ഇന്നത്തെ പരിപാടിയോടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.